ഡാഡിക്ക് ഏതോ രീതിയിൽ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഫോട്ടോ എടുക്കാനാ? ഹായ് ഗായ്സ്, വെൽക്കം ടു അലീല ദീവ ഗോവ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ഫസ്റ്റ് ഡേ ഇൻ ഗോവ. ഞങ്ങൾ ആക്ച്വലി ഹോട്ടലിൽ ഇന്നലെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ ഹോട്ടൽ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ കാട്ടി വേറെ ലെവലാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് ഹോട്ടലിൻ്റെ കിഡിലൻ സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ കിഡിലൻ ഹോട്ടൽ ഓക്കെ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തന്നെ നോക്കൂ, കാരണം അത്ര അടിപൊളി സംഭവമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്രിയ പറയും. ഹായ് ഗായ്സ്, വെൽക്കം ടു അലീല ദീവ ഗോവ. എന്നിട്ട് എങ്ങനെയുണ്ട് സംഭവം? ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുട്ടീക്ക് 5-star ഹോട്ടൽ ഇൻ ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വരുമായിരുന്നു. ഇന്ത്യ ദി ബെസ്റ്റ് ബുട്ടീക്ക് 5-star ഹോട്ടൽ. എനിക്ക് ആക്ച്വലി രണ്ടെണ്ണമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ എറണാകുളത്തെ മൂന്നാറിലെ സ്പൈസ് ട്രീ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു ബുട്ടീക്ക് ഹോട്ടൽ അലീല ദേവിയാണ്. ഹോട്ടൽ ഇന്നൊന്ന് കാണിക്കാം. സംഭവമാണ്. റൂമോ ഒരു ഒന്നൊന്നര സംഭവമാണ്, വെറും സംഭവമല്ല. റൂമോ എല്ലാം കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാട്ടർ ബോഡീസ് ആണ്. ഇതിൻ്റെ അകത്ത് മൊത്തം വാട്ടർ ബോഡീസ് വെച്ചൊരു കളിയാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കാം. സൗത്ത് ഗോവയിലാണിത്. സോ ക്രൗഡും കാണില്ല, ഒന്നും കാണില്ല. കാം റിലാക്സ് ഹോളിഡേക്ക് പറ്റിയ സ്ഥലമാണ്. ഇതൊരു ബാലി ലുക്ക് ഉണ്ട് അല്ലേ? അതെ, നമ്മൾ അപൂർവ കെമ്പൻസ്കിയിലെ ആ റിസപ്ഷനിൽ കയറി വരുമ്പോൾ വെള്ളം അത് ചിലപ്പോൾ അവരുടെ ഫെൻഷുയും വാസ്തുവും പ്രകാരം പ്ലസ് കാണാനും എസ്തെറ്റിക് ആണ്. വെള്ളം വരുമ്പോൾ അതിന്റെ ഒച്ചയും കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്, സ്ഥലമായി മാറും അല്ലേ? അതെ. ഇവിടെ EV ചാർജിങ്ങും ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവരുടെ ഓപ്പൺ ലോബിയുടെ സൈസ് നോക്ക്. ഓടിട്ട ഒരു ലോബിയാണ്. പക്ഷേ ഇത് പഴയ കൺസ്ട്രക്ഷൻ ടൈപ്പും ആണ്. ഇത് കണ്ടോ, ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇൻഡോ പോർച്ചുഗീസ് ഇതൊക്കെ. ഒരു പഴയ ആന്റീക് ലുക്കും ഉണ്ട്, എന്നാ ഭയങ്കര മോഡേൺ ആണ്. കേറി വരുമ്പോ തൊട്ട് ഏത് ഏരിയ പോയാലും ഭയങ്കര നല്ല മണമാണ്. അതും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഷോപ്പിൽ അങ്ങനെ വെക്കണം. ഡാഡി ഗുഡ് മോർണിംഗ്. ഡാഡി എങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടല്? അത് ഒരു കാര്യം പറയണ്ടേ, വെൽക്കം ഡ്രിങ്ക് എന്തായിരുന്നു? ആപ്പിൾ ജ്യൂസ് കിട്ടിയാ? ഞാൻ ആപ്പിൾ ജ്യൂസ്. വേറെ എവിടെയും ആദ്യമായിട്ടാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആപ്പിൾ ജ്യൂസ് അല്ലേ? ഹാപ്പി. അതോടെ തന്നെ ആപ്പിൾ ജ്യൂസ് എന്താന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. അറിയാത്തവർക്കും അറിയാൻ പറ്റും. ഗോവയിലെ ആപ്പിൾ ജ്യൂസ് എന്താന്ന് നോക്കിയാൽ മതി. ഹോട്ടലൊക്കെ ഉണ്ട്. അതിഗംഭീരം അല്ലേ? ഭയങ്കര നല്ല കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഈ റൂമിലേക്ക് പോകുന്ന വഴി നോക്ക്. ഇത് നമ്മുടെ ലോബി. ഓക്കെ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഫുള്ളി ഇഷ്ടിക എക്സ്പോസ്ഡ് ബ്രിക്സിന്റെ രീതിയിലുള്ള ആർക്കിടെക്ചർ ആണ് മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മറ്റേ ചെട്ടിനാട് സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ? ഇല്ല, എനിക്കൊരു ബ്രിക്ക് കണ്ടപ്പോ അങ്ങനെ പെട്ടെന്ന് പോർച്ചുഗീസ് സ്റ്റൈൽ തന്നെ തോന്നുന്നത്. പിന്നെ കേറി വരുമ്പോ തന്നെ വലത്തോട്ട് നോക്കൂ, ഇടത്തോട്ട് നോക്കൂ. രണ്ടും ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ്. പ്രിയയുടെ മാലയും വളയൊക്കെ പ്രിയ സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് പറയുന്ന പോലെയാണ്. അതെ, പ്രിയയുടെ ഡ്രസ് ഇത് കണ്ടാ നമ്മുടെ ജൂത്തീസാ. ഇത് നമ്മുടെ ജൂത്തിക്സിന്റെ ജൂത്തീസ് ആണ് ഷോപ്പിലത്തെ ഡ്രസ്. ഇത് ഡ്രസ് എനിക്കൊരു ബ്രാൻഡുകാർ അയച്ചു. ദേവായിരുന്നു സ്റ്റൈലിഷ് വേദു. മമ്മി ബാങ്കോക്ക് ഫാഷൻ. അതെ, എന്നോട് പറഞ്ഞു രാവിലെ. മമ്മി ബാങ്കോക്ക് ഫാഷൻ വാങ്ങി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടതാണ്. സൂപ്പർ ആയിട്ട്. അപ്പൊ അതെ, ഈ സൈഡ് മൊത്തം വാട്ടർ ബോഡീസ് ആണ്. അകത്തെന്താ റെസ്റ്റോറന്റ്. ആ റെസ്റ്റോറന്റിന്റെ അകത്ത് ബാനിയൻ ട്രീ. അയ്യോ, നമ്മൾ അവിടെ പോയില്ലല്ലോ. അവിടെ പോകുമ്പോൾ ലഞ്ച് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പൊ ഈ വെള്ളത്തിന്റെ അകത്താണ് റെസ്റ്റോറന്റ്. വെള്ളത്തിന്റെ അങ്ങനത്തെ ഒരു രീതിയിൽ അവിടെ ഒരു കനാൽസ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് റെസ്റ്റോറന്റിന്റെ ഏരിയ. അതല്ലാതെ ഈ സൈഡിൽ നോക്ക്. ഈ സൈഡില് എനിക്ക് തോന്നുന്നു എന്തായാലും ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ട്രീയും സെൻട്രൽ പീസ് ഒരു വലിയ കോർട്ട്യാർഡുമാണ്. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് പീസ്.
ഇതല്ലാതെ ഉണ്ടല്ലോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് സൗത്ത് ഗോവയിലെ ബെസ്റ്റ് ഇൻഫിനിറ്റി പൂളാണ് ഇവർ പറഞ്ഞ് പബ്ലിസൈസ് ചെയ്യുന്നത്. നമുക്ക് അതും പോയി ഒന്ന് നോക്കണം. ഈ ഹോട്ടലുണ്ടല്ലോ ഏത് വഴി പോയാലും എന്ത് കൺഫ്യൂഷൻ അല്ലേ. അത് ഇവിടെ 3-4 റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ, കൺഫ്യൂഷൻ ആണ് എവിടെയാണ് ഏതാണെന്ന്. ഇവിടുത്തെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ്സ് സ്പൈസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. അത് നമ്മുടെ കോസ്റ്റൽ ക്യൂസീൻ ആണ്. സോ എനിക്കൊന്ന് കേരളയും ഗോവയും ഒക്കെ കാണുമായിരിക്കും. ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഗ്രീനറി. അതാ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മൊത്തം ഗ്രീനറിയാ. ആൻഡ് ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്ത് നടന്നു പോകാനടുത്തും അവർ ഇതുപോലെ ഷെയ്ഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മഴക്കാലമാണ് ഇവിടെ വരാൻ ബെസ്റ്റ് കേട്ടാ. ഇത് ബാറാണ്, എല്ലാ ബ്രാൻഡും ഉണ്ടെന്ന്. മമ്മിക്ക് കയറണോ മമ്മി? ഏതൊരു ഗെയിം കളിക്കുകയായിരുന്നു. ഓ പ്രിയ അത് കേട്ടാ, ഞാൻ ബാറിലൊന്നും കയറാറില്ല, പബ്സിൽ മാത്രമേ കയറാറുള്ളത്. നമ്മൾ എവിടെയൊക്കെ പോയി, യൂറോപ്പിലും ബാംഗ്ലൂരും ബാങ്കോക്കും ഒക്കെ പോയി. ആ പിന്നെ അല്ലേ. ആ അതെ. ഡാഡി കയറണ്ടേ നമുക്കൊന്ന്? അല്ല, ഓപ്പൺ ആവട്ടെ, വൈകുന്നേരം. ഓക്കെ. ഇത് എന്തൊരു ഭംഗിയല്ലേ വെച്ചിരിക്കുന്നത്, എന്തൊരു വലിയ ഗണപതിയാ. ഇതും അവര് ഔട്ട്ഡോർ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ പെബിൾസ് ഒക്കെ വെച്ച് ഗണപതി ഇങ്ങനെ വെക്കണം വീട്ടില്. നല്ല ഭംഗിയുണ്ട്. ഉണ്ടല്ലോ, ഞാൻ പുറത്ത് കല്ലിന്റെ തന്നെ വെക്കണം. പിന്നെ അതെ നടന്ന് വന്നു കഴിയുമ്പോ നല്ല കാറ്റ്. ഞാൻ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതെന്റെ വായന്ന് വാക്കുകളൊന്നും വരുന്നില്ല. ഇവിടുത്തെ പൂള് സൗത്ത് ഗോവയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പൂൾ എന്നൊക്കെ അവാർഡ് കിട്ടിയതെന്ന്. ഇൻഫിനിറ്റി പൂൾ പാടത്തിലേക്കല്ലേ. പൂൾ നമുക്ക് വൈകുന്നേരം കാണിക്കാം. പിന്നെ പ്ലേരിയ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി എടുത്തേ. ജസ്റ്റ് പ്ലേരിയം കാണിച്ചു തരാം. അതല്ലാതെ വേറൊരു കിഡിലെ സംഭവം കൂടെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതൊന്നും അല്ലാതെ കിഡിലൻ ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, ഭയങ്കര വലുതാണ്. പക്ഷെ നമുക്ക് കുട്ടികളെ ഇവിടെ വെച്ചിട്ട് പോവാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, പെയ്ഡും ഫ്രീ ആയിട്ട്. ഇവിടെ സ്നേക്ക് ആൻഡ് ലാഡർ പോലെയും, പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രോയിങ്ങും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കണ്ട പ്ലേ ഏരിയ. ഇത് വലിയൊരു അഡ്വാൻറ്റേജാണ് റിസോർട്ട്സിൽ. പിന്നെ ഇത് വേറെ വലിയ കുട്ടികൾക്കുള്ള ടേബിൾ ടെന്നീസും ഇൻഡോർ ഗെയിംസ് ഏരിയ. കസേര എല്ലാം കംഫർട്ടബിളാണ്. ഇവിടെ തന്നെ വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ക്യാരംസ്, ഫൂസ്ബോൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതല്ല സംഭവം, വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് നോക്ക്, മിനി തിയേറ്റർ വരെ ഉണ്ട്. ഒരു ദിവസം 2 ഷോ, ഒന്ന് കിഡ്സിന് മാത്രം, ഒന്ന് കിഡ്സും അഡൽട്സും. ഓക്കെ, സോ മിനി തിയേറ്റർ. ഇതിപ്പോൾ വേദുവിനെ കയറ്റി വിടാൻ പോവാണ്. ഇങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ റൂമിലേക്ക് എപ്പോൾ പോവും? റൂം കാണിക്കണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓബ്വിയസ്ലി സ്റ്റാഫ് പ്രോപ്പർട്ടി ആണ്. ബുട്ടീക്ക് ഉണ്ട്, ബുട്ടിക്ക് കയറുന്ന പ്രിയ മോഹൻ ഉണ്ട്. എന്റെ ആ കൂട്ടിന് മമ്മിയും കാണും അല്ലേ, ശാന്തി മോഹനും കാണും. ഡാഡി കാടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ മമ്മിക്ക് കയറണം ബുട്ടീക്കില് അല്ലേ? ഓ ഇവിടെ എന്താ മമ്മി പൂജിക്കാറുണ്ടോ? അതല്ല ഡാഡി ഇവിടെ നോക്കിക്കോട്ടെ, നോക്കുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ. പ്രിയ മറ്റേ അടുത്ത് പോകുന്നുണ്ട് ഇത്തവണ, മറ്റേ കൊക്കോ റൂട്ട്സ്. എന്റെ മാല വാങ്ങിയ കട എനിക്കറിയാം. ഇല്ല എന്റെ സാധനം എത്ര പേരെ ചോദിച്ചെന്നറിയോ? ഈ തൃശ്ശൂലിന്റെ മാല, അതൊക്കെ ഞാൻ ഗോവയെന്നാ വാങ്ങിയത്. ഷോപ്പിൽ പറ്റുമെങ്കിൽ പോണം, പുതിയ എന്തെങ്കിലും കളക്ഷൻസ് വന്ന് കാണും. ഡാഡിക്ക് ഏതോ രീതിയിൽ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഫോട്ടോ എടുക്കാനാ? ഇങ്ങനെയാ? ഓ ഡാഡി പോസ് കാണോ? ഇങ്ങനെ പണ്ട് നിങ്ങൾ ഡാഡിയുടെ കോളേജ് കാലത്തിലെ പോസാ. ആഗ്രഹമല്ല, ഒന്നും കൂടെ എടുക്കാം. ശരി. ഡാഡിയുടെ റൂം S117 ആണ്. വെൽക്കം ടു ഡാഡീസ് റൂം. ബേസിക് റൂമാ. എന്നിട്ട് എന്താ ഇത്? അതെ, പക്ഷെ ഇത് ഭംഗിയല്ലേ കാണാൻ. ഡാഡി എന്തുണ്ട് റൂം? അടിപൊളി റൂം. മറ്റേ വലിയ മിറർ ഉണ്ടോ? വലിയ മിറർ ഉണ്ട്, എല്ലാ സ്ഥലത്തും മിററാണ്. കൂടിപ്പോയി അല്ലേ? അത് എല്ലാവർക്കും ഭയങ്കര ഭംഗിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ അങ്ങനെ നോക്കട്ടെ എന്ന്. സോ വലിയൊരു കിങ് സൈസ് ബെഡ് ഉണ്ട് ഇവിടെ തന്നെ. പിന്നെ ഇത് ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് റൂമിന്റെ സ്പേസ് തന്നെ കാണുവേ. ബാൽക്കണി ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇവിടെയാണ് വലിയ മിറർ ഉള്ളത്. അല്ല, ഓക്കെ. ഓ ടബുണ്ടോ? ഓ ഡാഡി മമ്മിയൊക്കെ അർമാദിക്കുമല്ലോ. ആ ഓ അതുകൊണ്ട് ഓക്കെ, വാക്കിംഗ് ക്ലോസറ്റ് പോലെ. പിന്നെ ഇവിടെ മറ്റേ വാഷും
ഇവിടെ മറ്റേ ക്ലോസറ്റ് ഏരിയയും ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതെ എന്ത് വേണം വേറെ? ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റും, പിന്നെ ഇവരുടെ ബാൽക്കണി, അത് സംഭവമാണ്. അപ്പൊ റൂം നമ്പർ 306 ആണ് ഞങ്ങളുടെ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ റൂമിൽ തന്നെ താമസിക്കുക, ഒരു സംഭവമാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു അലീല ദീവ ഗോവ. ബാക്കി റൂം അടച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അപ്പുറത്തെ നെയ്ബേഴ്സ് ഡിസ്റ്റർബ് ആവും. അപ്പോൾ നമ്മളിവിടെ ഗോവയിലാണ്, ഹയാത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ്. നമ്മൾ ഹയാത്തിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലാണ് ഇപ്പൊ സ്റ്റേ. ആക്ച്വലി ഗോവ ആൻഡ് കൊച്ചി ഹയാത്തിന്റെ വേറെ ലെവലാണ്. നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ 2-3 തവണ നിന്നിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു ബുട്ടീക് പ്രോപ്പർട്ടിയിലെ ബെസ്റ്റ് സ്യൂട്ട് റൂം ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബുട്ടീക് ഹോട്ടൽസ്, 5-star ഹോട്ടൽസ് തന്നെ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ കാണട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ പറ്റുമെങ്കിൽ അവർ ഇതിലെ നമ്പർ ഓഫ് ഡോർസ് ഒന്ന് കൗണ്ട് ചെയ്യട്ടെ. അപ്പൊ വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. എത്ര നാളെ പറഞ്ഞിട്ട്. അതെ, കുറച്ച് നീണ്ടു നിക്കട്ടെ. അതെ, നീ ഈ വ്ലോഗ് മൊത്തം റൂം ടൂർ പറഞ്ഞല്ലേ? അപ്പൊ ആദ്യം തന്നെ കേറി വരുമ്പോ ഒരു വലിയ ലോഞ്ച് ഏരിയ ഉണ്ട്. ഒരു നല്ല സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടേബിൾ ഉണ്ട് വാക്ക് ചെയ്യാന്. പിന്നെ ഇത് എല്ലാ റൂംസിനും ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് സ്യൂട്ട് റൂമിലല്ല, എല്ലാ റൂംസിനും ഉണ്ട്. ഇവരുടെ ഫുഡൊക്കെ അതൊക്കെ ട്രൈ ചെയ്യണം. പക്ഷെ വീണ്ടും നിങ്ങൾ ഈ ഹയാത്തിന്റെ ഓരോ സാധനങ്ങളുടെ ക്വാളിറ്റിയാണ്. ഇവരുടെ ഇപ്പൊ ഈ ഡ്രോയേഴ്സ് ആണെങ്കിലും, അതുപോലെ ഇതിന്റെ ഒരു ലെതർ ഫിനിഷ് ആണെങ്കിലും, ഇതിന്റെ അകത്തുള്ള ഓൺവെലപ്സും അങ്ങനത്തെ കാര്യങ്ങളും, എവറിത്തിങ് ഇസ് ഹൈ ക്വാളിറ്റി. വ്യൂ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, പിന്നെ ഇവരുടെ ഹൈ സീലിംഗ്, ഇതിന്റെ സീലിംഗിന്റെ ഹൈറ്റ് നോക്ക്, എന്ത് ഹൈ സീലിംഗ് ആണെന്ന് നോക്ക്. അത് തന്നെ So welcome to Priya's bedroom. Come on. എന്ത് വലിയ ബെഡ്റൂം ആണെന്ന് നോക്കുക. നമുക്കൊരു വെൽക്കം നോട്ടും എഴുതിയിട്ടുണ്ട്. ഓ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഒബ്വിയസ്ലി ഇവിടെയുള്ള വേറൊരു ലോഞ്ച് ഏരിയ, പിന്നെയും വലിയൊരു TV, ആൻഡ് എല്ലാത്തിനും ഇവരുടെ ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക്സിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി. ഇവിടെ വലിയ വലിയ സീലിംഗ് ആണ്. AC ഒക്കെ ഹിഡൻ ആയിട്ട് തന്നെ പോകുന്നു. സോ ഗോർജിയസ്. ഇനിയുള്ള മിനി ബാറും ഡ്രോയേഴ്സ് ഒക്കെ ഇഷ്ടം മാത്രമേ ഉണ്ട്. അത് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം ടൂർ കഴിയത്തില്ല കേട്ടാ. ഫുൾ മിറേഴ്സിന്റെ കളിയാണ്. പിന്നെ എല്ലാം ബാക്കിയുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡ്രോയറിനകത്ത് വല്ലതും ഉണ്ടോ? അത് വെറുതെ കുറെ അയ്യോ ഉണ്ട്. ഇവിടെ എത്ര പാലും മറ്റേ സംഭവങ്ങളാ നോക്ക്. ഇതൊക്കെ കാര്യ. പക്ഷെ ഡ്രോയറിന്റെ അകത്ത് വരെ അവരെ പോളിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് ഒന്നും കാണില്ല. മിനി ബാസ് ഇപ്പൊ എവിടെയില്ല. പിന്നെ അതെ ഐസ് ബോക്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി അങ്ങോട്ട് പോയി തുടങ്ങും. ശരിക്കും ഒരു ഫ്ലാറ്റിന്റെ അകത്ത് റൂം ഇങ്ങനെ കേറി പോകുന്നുണ്ടല്ലേ? ആദ്യത്തെ റൂം കഴിഞ്ഞ് ബെഡ്റൂം വന്നു. ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്താ നോക്കാം. അയ്യോ, ഇതെങ്ങനെയാ? അത് അറ്റത്ത് വലിക്ക്. ഓക്കെ, അപ്പൊ ഈ ഡോറ്, ആ ഡോറ് കഴിഞ്ഞിട്ട് അടുത്ത ഡോറ് നമ്മള് തുറന്നു കേറി വരുമ്പോൾ അതും അവർ ഞാൻ പറഞ്ഞ പോലെ 2 പേർക്ക് 2 എണ്ണം വഴക്കടിക്കുമ്പോ അതിപ്പോ കാണിക്കാറായിട്ടില്ല. നമുക്ക് ഈ ഏരിയ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ കേറി വരുമ്പോ അവിടെ വാഷ് ഏരിയ, ടവൽസ് ഒക്കെ വെച്ചിരിക്കുന്ന നോക്ക്. നമുക്ക് ഇത് കിട്ടിയ വാങ്ങണം ഷോപ്പിലേക്ക്. പിന്നെ ഇവിടത്തെ ഒന്ന്, ഇവിടെ വേറൊരു മിറർ, ഇവിടെ വേറൊരു മിറർ, അവിടെ വേറൊരു മിറർ, ഇവിടെ വേറെ മിറർ, പിന്നെ ഇവിടെ വേറെ മിറർ. അടയ്ക്കുമ്പോൾ ഫുൾ വ്യൂ കാണാനാണ്. ഇത് ഇങ്ങനെയാണ് വേണ്ടത്. ഡ്രസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഫുൾ ആയിട്ട് കാണണമെങ്കിൽ ഫുൾ മിറർ വേണം. ഓക്കെ, വേറൊരു ഡ്രസ്സിംഗ് ഏരിയ സ്പെഷ്യലി ഫോർ പ്രിയ മോഹൻ. അതും മിറർ. ഈ സൈഡില് വേറെ 2 മിറർ. ഏത് മിറർ? ഞാൻ നോക്കുന്നു. ബാക്കിലും മിറർ, ഇവിടെ മിറർ, അവിടെ മിറർ, ഇവിടെ മിറർ, ഇവിടെ ഒക്കെ മിറർ. സത്യം പറഞ്ഞൊരു മിറർ ഹൗസ്. അതെ അതെ. പിന്നെ ഇതിന്റെ അകത്ത് ഓബിയസ്ലി അവരുടെ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അമ്യൂണിറ്റീസും. ഓ, ഇതിനകത്ത് കേറി പൊളിക്കാലോ നോക്ക്. അതിനകത്തും മിറർ. അതിന്റെ അകത്തും മിറർ. ഓക്കെ, പിന്നെ ഇവരുടെ ടോയ്ലറ്റും ഉണ്ട്.
ബാത്റൂമും ഉണ്ട്. ഇത് വന്നിട്ട് അവരുടെ ഷവർ ആയിരിക്കും. ഷവർ ഏരിയ. എന്ത് വലിയ ഷവർ ഏരിയ, മാർബിൾ ആണ്, ഫുൾ ഒരു മാർബിൾ ഫിനിഷില് ഇതൊരു ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഏരിയ. അപ്പൊ വിചാരിക്കും ഇതൊരു കബോർഡ് കാണിക്കാം. അവിടെ വേറെ കബോർഡ്. ഇത് വേറെ ലോക്കറും ഒക്കെ വെക്കുന്നു. ഓക്കെ, അപ്പൊ വിചാരിക്കും ഓക്കെ ഇതൊരു ഇത്രയല്ലേ ഉള്ളൂ, വലിയ സ്പെഷ്യാലിറ്റി എന്താ, ഓക്കെ ഒരു വലിയ നല്ല സൂട്ട് റൂം. പക്ഷെ നമ്മള് ഈ കണ്ണാടി ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ തുറക്കാന്ന് വിചാരിക്കും. ഇതൊരു സീക്രട്ട് റൂമാണ് കേട്ടോ. ഈ കണ്ണാടി നമ്മളെല്ലാം ഒരു സീക്രട്ട് റൂമാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ വീണ്ടും ഇത് മിറർ റൂം എന്നൊക്കെ പറയുന്നല്ലോ. ഇവിടെ ഒരു വാഷ്, ഇവിടെ വേറെ ഒരാൾക്ക് വഴക്കടിച്ചു കഴിഞ്ഞാൽ വേറെ വാഷ്, ഇവിടെ ലോണ്ടറി ഇടാനുള്ള ബാഗ്, വെയിങ് സ്കെയില്, വലിയ ഒരു ലക്ഷറി ടബിന്റെ ഒരു സീരീസ് വിത്ത് ബാത്ത് സോൾട്ട് തന്നെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മിറേഴ്സിന്റെ കളി പറയണ്ടല്ലോ. അതെ, ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സുകളും എല്ലാം വെക്കാം. അതിന്റെ അകത്തും മിറേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ടോയ്ലറ്റ്, വേറെ ടോയ്ലറ്റും വേറെ ഷവർ ഏരിയയും. അപ്പൊ ഇത്രയാണ് ഇത്. ഇനി നമുക്ക് വെളിയിലത്തെ കൂടെ ഒന്ന് കാണിക്കാം. എന്താ ഇത്, എന്താ ഇത്? എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് കയറിയ ഏത് റൂമിൽ കൂടെ ഏത് സ്ഥലത്ത് പോകുന്ന കൺഫ്യൂഷൻ. അതെ അതെ, ഞാൻ ഇവിടെയാണ് തപ്പി പിടിക്കാൻ പാടായിരിക്കും അല്ലേ, ഓരോ ഡോറ് തുറന്നു. അപ്പൊ വെളിയിലും കൂടെ ഒന്ന് കാണിക്കാം. നമ്മുടെ മെയിൻ ഏരിയ ബെഡ്റൂമിൽ തന്നെ വന്ന് നമുക്ക് ഡിസ്കഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ബാൽക്കണി, ഭയങ്കര വലിയ ബാൽക്കണിയാണ്. ഒരു ചെറിയ റൂമിന്റെ അത്രയും തന്നെയുള്ള നീട്ടമുണ്ട് കേട്ടാ. വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പീസ് ആയ കോർട്ട്യാർഡാണ്. വ്യൂ ബെറ്റർ ഇതാ, നമുക്ക് ഇവിടെ വ്യൂ ഇല്ല. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ സൂപ്പറാണ്. സോ ഇത് നോക്ക്, ഇവിടെ ഒരു കോഫി ടേബിൾ പോലെ, അവിടെ ഒരു ലൗഞ്ച്, ഇവിടെ ഒരു ലൗഞ്ച്, 2 ഫാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയി ചെയ്ത എല്ലാവരും ബുട്ടീക്നെസ്. ഇതിന്റെ ഇതൊക്കെ കണ്ട തടി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മൈന്യൂട്ട് കാര്യങ്ങൾ ഭയങ്കര ഭംഗിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം, അതിന് പൂളിൽ പോവാം. ഇവിടുന്ന് തന്നെ ബീച്ച് ഷട്ടിലുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഹോട്ടലിൽ കാണിക്കാനായിട്ട്. ശരിക്കും 3 നൈറ്റ്സ് വേണം അല്ലേ ഇവിടെ? ഒരു ദിവസം വന്നാൽ നമുക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റൂല. ഇല്ല, അന്ന് ടയർഡായിരിക്കും. ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാം, പിന്നെ ഒരു ദിവസം നമ്മള് പിന്നെയും ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം, പിന്നെ ഒരു ദിവസം പോവാം അല്ലേ? അതെ, ശരിക്കും 3 നൈറ്റ്സ് പെർഫെക്റ്റ് ആ. അറ്റ്ലീസ്റ്റ് 2 നൈറ്റ്സ് വേണം, 1 നൈറ്റിലേക്ക് വരണ്ട. അതെ. സോ വെൽക്കം ടു ഇവിടുത്തെ ഉള്ള കുറെ റെസ്റ്റോറൻറ്റിൽ ഒരെണ്ണം. ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കാണിക്കാം, ബാർ വേണമെങ്കിൽ ഈവനിങ് കാണിക്കാം. ഇത് സ്പൈസ് സ്റ്റുഡിയോ, ഇവിടുന്ന് തന്നെ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് പക്ഷേ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഫുഡ് ഇസ് ഗോയിങ് ടു ബി ഔട്ട്സ്റ്റാൻഡിങ്. ആദ്യം ഇന്റീരിയർ കാണിക്കാം. അത് കാണാനുള്ള ഫുഡ് കാണുന്നതിനേക്കാളും ഭേദം എനിക്ക് ഇന്റീരിയർ കാണുമ്പോഴാണ് വയറ് നിറയുന്നത്. ഫുഡ് വേണ്ട, അല്ല അത് വേണം. ഇത് ശരിക്കും അടച്ചു വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിയുമ്പോഴാണ് ഇത്രയും വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ജ്വല്ലറി ബോക്സ് ആണ്, ചിലപ്പോ ആയിരിക്കും. അതെ, ജ്വല്ലറി ബോക്സ് ആണ്. പക്ഷെ അത് അവരെങ്ങനെ സ്പൈസസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സെന്റർ പീസ് നോക്ക്, ഇവിടെ രാത്രി ആകുമ്പോ ലൈറ്റ്സ് ഒക്കെ വരും. പറയാ എന്തോരം വാല്യൂ ട്രീ. അവിടെ ഒരു ഗണപതി ഒളിച്ചിരിക്കുന്നത് നടുക്ക്. ബ്യൂട്ടിഫുൾ. ഞാൻ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സീറ്റിംഗ് ഏരിയ കാണിച്ചു കണ്ടേ. ശരിക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യുമോ? ലുക്ക് അറ്റ് ദിസ്. ആൻഡ് സൈഡിൽ വെള്ളത്തിന്റെ മ്യൂസിക്കും. അടിപൊളി. ആൻഡ് ഈ ഏരിയക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഗെറ്റ് ടുഗദറിനൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആൻഡ് ഏറ്റവും റൊമാൻറ്റിക് ഇതാണ്, അവർ വേണമെങ്കിൽ കേർട്ടൻസ് ഒക്കെ തുറന്നിടും, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഡൈനിങ് ചെയ്യാം. നമുക്ക് ആദ്യം അവർ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ പറഞ്ഞു 4-5 പേർക്കും കൂടി ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന്. കാറ്റും കിട്ടില്ല. മഴയൊക്കെ വരുമ്പോൾ നല്ലതാ. ആരുടെ? അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാമല്ലോ. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് 25 വയസ്സേ ഉള്ളൂ മമ്മി. ആ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ പോലെ ഞങ്ങളുടെ സ്നേഹം. ആ, പിന്നെ ഭരണിയൊക്കെ. ആ, ആഭരണപ്പെട്ടി. ഓക്കെ, അതും അറിയാം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതൊക്കെ പഴയ സാധനങ്ങൾ വെച്ചിരിക്കാൻ തോന്നുന്നു. ഇതെന്താ, ഇത് മിറേഴ്സാ. പിന്നെ ഇതറിയില്ലേ, മഞ്ചാടിക്കുരു. ഞാനും കൊച്ചിലെ കളിച്ചിട്ടുണ്ട്. ഉണ്ട്, എന്റെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാം ഒരു വുഡ് കാമിങ് ലൈറ്റ്സും കാമിങ് തീംസ്. ഇവിടെ ഒറ്റ അടുത്ത് വൈറ്റ് ലൈറ്റ് ഇല്ല,
എല്ലായിടത്തും ന്യൂട്രലും ഇല്ല, ഫുൾ യെല്ലോ ലൈറ്റ്സ് ആണ് റൂമിലും അല്ലേ. അതാ ആംബിയൻസ്. ആംബിയൻസ് ഇസ് ടു ഗുഡ്. ഓ വാട്ട് എ ബൊട്ടിക് പ്രോപ്പർട്ടി. ഇവര് വെൽക്കം ഡ്രിങ്ക് ഫ്രഷ് ആയിട്ട് സെർവ് ചെയ്യുന്നത്, കാരണം കോസ്റ്റൽ ക്യൂസീൻ ആണല്ലോ. സോ ഇത് കേരളയിൽ നിന്ന്, ഇത് കർണാടകയിൽ നിന്ന്, ഇനി ഇത് ഗോവയിൽ നിന്ന്. ആൻഡ് ഇത് അവർ മോക്ടെയിൽ ആക്കി മിക്സ് ചെയ്യും. ഇതാണ് അവരുടെ വെൽക്കം ഡ്രിങ്കിന്റെ പ്രൊസീജിയർ. കുക്കും യാ. സോ ഈ സംഭവം ഉണ്ടല്ലോ ഇവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും തരുന്ന ഇതാണ്. ഇത് കുറച്ചും കൂടെ അവർ പെർഫെക്ഷനിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും ഒരു രസത്തിന്റെ ടേസ്റ്റ് അല്ലേ, ഐസും മധുരവും. ഓയ്യോ പ്ലീസ് ഡു ട്രൈ കേട്ടാ, ഇത് കുടിക്കാൻ വേണ്ടി മാത്രം വരാം. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ്. ഐസും കൂടി ഇട്ടപ്പോൾ സൂപ്പർ ആയിരിക്കും. മമ്മിയുടെ വെജ് താലി നോക്ക്, കട്ട്ലറ്റാ, റവ ഫ്രൈഡ് കട്ട്ലറ്റ് പോലത്തെ എന്തോ ആണ്. പിന്നെ കുറെ വെജിന്റെ കാര്യങ്ങളും ഉണ്ട്. ആ ഇത് സോൺ കടി. ആ അത് കൊള്ളാം കേട്ടോ, കുറച്ചുകൂടെ തിക്ക്. എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അന്തുവിനെല്ലാം അറിയാം, അന്തു പുലിയാ. ഇതില് ചോറ്, ചെമ്മീൻ കറി, റവ കിങ് ഫിഷ് ഫ്രൈ. എങ്ങനെയുണ്ട്? അത് കേട്ടാ മതി. എങ്ങനെയുണ്ട് ഇത്? ചെമ്മീൻ കറി ഉണ്ടല്ലോ, ഇത് ഫിഷ് കറി അല്ല, ചെമ്മീൻ കറിയാണ്. നമുക്ക് ഇതിലേക്ക് ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇതിന്ന് നല്ല മുട്ടൻ ചെമ്മീൻ കാണും, അതും കൂടെ ഒരെണ്ണം എടുത്താ സെറ്റ്. നമുക്ക് ചോറും ചെമ്മീൻ കറിയും മാത്രമായിട്ട് ഒന്ന് നോക്കാം കേട്ടോ. കണ്ടിട്ട് എന്തൊരു തിക്ക ചെമ്മീനാന്നറിയോ. ഒരു സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ കേരള ഫ്ലേവർ ആണ്, പക്ഷെ മൈൽഡ്ലി സ്പൈസ് ആണ്. കേരളത്തിൻ്റെ സ്പൈസ് ലെവൽ കുറച്ചും കൂടെ കുറവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും നമ്മുടെ നാട്ടിലത്തെ ഫിഷ് ഫ്രൈനെ കാട്ടി ഇഷ്ടം ഈ റവ ബേസ്ഡ് ഫിഷ് ഫ്രൈ ആണ്. മീനൊക്കെ നോക്കി എന്ത് ഫ്രഷാണ്, വൈറ്റ്നസ്സും അതിൻ്റെ കൂടെ വേൾഡ് ക്രിസ്പിയും ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. എങ്ങനെയുണ്ടായിരുന്നു മാഡം ഫുഡ്? കുറേ അടിച്ചു കയറ്റിയല്ലേ? ഞാൻ ഫ്രീ. ഇത് രണ്ടാമത്തെ താലിയാണ് ഇതുപോലെ കഴിക്കുന്നുണ്ടെങ്കിൽ. അതൊന്ന് നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിലെ താലി, അത് സൂപ്പറാ. പിന്നെ ഇതും ഫൈനലി ഡിസേർട്ട് എല്ലാം ഗോവൻ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇത് ദൊദോൽ എന്ന് പറയും. എന്താ പറയുന്നത്? വലിപ്പറക്കല്ലേ പ്രിയ? ഓ എന്തേ ഡാഡി കറക്റ്റ് ആയിട്ട് ആ പേര് പറഞ്ഞു. അത് സ്പീഡിൽ പറയണം. അങ്ങനെ ഇത് ടേസ്റ്റ് വൈസ് കറുത്ത അലുവ പോലെ ഉണ്ടെന്നാണ് ഡാഡിയൊക്കെ പറയുന്നത്. ടെക്സ്ചർ വൈസ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. ഒരു പുഡിംഗ് ടെക്സ്ചറാ. കറുത്ത അലുവയുടെ പുഡിംഗ് എങ്ങനെയാണോ ആ ഒരു ഫ്ലേവർ വരുന്നത്. ജാഗറി കൊള്ളാം, സംഭവം കൊള്ളാം. എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, അത് അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ഞാൻ വെച്ചിട്ട് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കും. എല്ലാരും കൊതി വീണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ കഴിച്ച് എനിക്ക് വേണ്ട, ഞാൻ വൈകുന്നേരം ഐസ്ക്രീം കഴിക്കാൻ പോവാ. ഫുഡ് കഴിഞ്ഞ് കിടക്കാനുള്ള ടൈമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കുറേ സംഭവങ്ങൾ ചെയ്യാനുള്ളപ്പോ ഉണ്ടല്ലോ, ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷെ എല്ലാം ഒരു റിലാക്സേഷൻ സംഭവമാണല്ലോ. ആരെയും എന്താ അടുത്ത പരിപാടി ചെയ്തു? ഇവിടുത്തെ ഹൈലൈറ്റ് ഏരിയ പോകണ്ടേ, സ്വിമ്മിംഗ് പൂൾ. അപ്പൊ ഡ്രസ്സ് മാറി നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവേ. ഇവിടെ അവരുടെ ഈ ഇരിക്കുന്ന ചെയർസ് ഒക്കെ കണ്ട റെസ്റ്റിംഗ് ഏരിയ അല്ല, നമ്മുടെ ലോബിയിൽ ഇട്ടിരിക്കുന്ന ചെയർ എന്തൊരു ക്വാളിറ്റി എന്ന് നോക്ക്. ഇവിടെ തന്നെ നമുക്ക് കുറെ നേരം ആക്ച്വലി ഇരിക്കാം. ചാറ് കസേര പോലെ ഡാഡി. ഇവിടെ വേണമെങ്കിൽ ഡാഡിക്ക് ചാരി കിടന്ന് ഉറങ്ങാം. ഇനി ഇവരുടെ മെയിൻ ഒരു സംഭവം, ഇവർ ഏറ്റവും കൂടുതൽ പബ്ലിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ. വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റഗ്രാമിൽ വേറെ പ്രൊമോഷൻസ് ഒക്കെ നോക്കിയാലും സ്വിമ്മിംഗ് പൂളാണ് കാണിക്കുന്നത്. ഇന്ന് നല്ല വെതറാണ്. കറക്റ്റ് 4:30 ആയപ്പോൾ മഴയില്ല, ആ സമയത്ത് ഒരു മൂടലുണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴി നോക്ക്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ആൻഡ് ഇവിടെ വലിയൊരു ബാനിയൻ ട്രീ ആൻഡ് ദെയർ ഇസ് എ പൂൾ. ഒട്ടും ക്രൗഡഡും അല്ല, ഓസം. ഓ ഇവിടെ പൂൾ സൈഡ് ബാറും ഉണ്ട്. ഓ ഇവരുടെ പൂളും ഒക്കെ കിഡ്സിന് വരെ അവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് കോക്ടെയിൽസ് ഒക്കെ എടുത്ത് വേണമെങ്കിൽ പൂളിലിരിക്കാം. കംപ്ലീറ്റ് ഒരു ബാലി വൈബാണ് ഇവിടെ മൊത്തം വരുന്നത്. ആൻഡ് വലിയ പൂളാണ്, അത്യാവശ്യം വലിയ ഒരു പൂളാണ്. ബ്യൂട്ടിഫുൾ നോ?
ഇത് ശരിക്കും മേ ബി ബീച്ചിലൊക്കെ പൂള് പിന്നെയും നമ്മൾ കുറെ രാജ്യങ്ങളിലും സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് അമേസിങ്. പക്ഷെ ഈ ഒരു ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഇവിടെയൊക്കെ ഓക്കെ നോർമൽ വ്യൂ, പക്ഷെ ഇവര് ഈ ഒരു ആംബിയൻസിന് തന്നെ വേണ്ടിയാണോന്ന് അറിയില്ല ഒരു ഗ്രീൻ കളറ് കൊടുത്തിരിക്കുന്നത് ഫുൾ പൂള്. ആൻഡ് ഇവിടുത്തെ ഈ പൂള് തന്നെ ഇസ് സോ മാജിക്കൽ. ഏറ്റവും ബെസ്റ്റ് അവരുടെ ഈ എൻഡി വരുമ്പോൾ ഉള്ള വ്യൂ തന്നെയാണ്. ദിസ് ഇസ് റിയലി ഗുഡ്. നമുക്കന്ന് ഇത് ജസ്റ്റ് അങ്ങോട്ട് ചേർന്ന് കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇവിടെ നിന്നുള്ള മൊത്തം വ്യൂ ഇറ്റ് ഇസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിലും പാലക്കാടിലൊക്കെ ഉള്ള, പക്ഷെ ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തെടുത്താൽ അവിടെയും ഇതുപോലെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് വരും. പാലക്കാടൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും. ചൂട് ഗോവയിലും ചൂടാണ്, പാലക്കാടും ചൂടാണ്, പക്ഷെ അതൊന്നും അല്ല വിഷയം. ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണെങ്കിൽ കേരളം പൊളിക്കും. ഇന്ത്യയിലെ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് കേരളം തന്നെയാണ്. അപ്പൊ ഒരു മാജിക് കാണിക്കട്ടെ? അപ്പൊ ഒരു മാജിക് കാണിക്കട്ടെ? അടുത്തോ ഇത് നോക്കണേ. 1 2 വേദു അടുത്ത് വരുന്ന എല്ലാവരുടെ പേര് വെള്ളം തെറിപ്പിക്കാതെ വേദുവിന്റെ പടിയുടെ ബീച്ചിൽ പോണ്ട വേദോ. പൂൾ ബാത്റൂം ഒന്ന് കാണിച്ചു തരുവാണ്. ഷവർ ഏരിയ ഒക്കെ എപ്പോഴും വന്ന് ക്ലീൻ ചെയ്യും. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം നോക്കി എന്ത് നല്ല സ്ഥലമാണ്. ഇവിടെയൊക്കെ വന്ന only പ്രോബ്ലം നമ്മൾ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാനും അതിനൊന്നും പോകരുത്. ഗോവ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നോർമൽ ഹോട്ടൽസ് ഒക്കെ വേണമെങ്കിൽ താമസിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കുക. മേ ബി ഫുഡ് വേണമെങ്കിൽ കഴിക്കാൻ വേണമെങ്കിൽ വെളിയിൽ പോവാം, താമസിക്കുക ഇവിടെ തന്നെ നിൽക്കുക. ബീച്ച് ഷട്ടിൽ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ കാണാം മൊത്തം മോട്ടറാണ്. കടലടുത്തില്ലെങ്കിൽ ഇഷ്ടം മാതിരി വെള്ളമുണ്ട്. ഇവിടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കാണിക്കാം. ബഗ്ഗി വന്നിട്ടുണ്ട്. ഞാൻ വെച്ച് മറ്റേ ഇലക്ട്രിക് ആണ്, ഇതല്ല ഓട്ടോറിക്ഷ പോലത്തെ സംഭവമാണ്. ഏത് ബീച്ചിലാണ് പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ അടുത്തൊന്നും കണ്ട ബീച്ച് ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടാ. എല്ലാം ഏകദേശം ഒരു ഭയങ്കര റൂറൽ ഏരിയ ആണ്, പക്ഷെ അതാണ് ഇതിന്റെ ഒരു ചാമ്. നോക്കട്ടെ, 300 മീറ്റർ എന്നാണ് പറഞ്ഞത് ബീച്ച് വരെ എത്താനായിട്ട്. The beach is so beautiful. ഭയങ്കര ക്ലീൻ വൈറ്റ് സാൻഡ്, പക്ഷെ ഒരു ഷാക്ക് ഒന്നുമില്ല. ഈവൻ ലൈഫ് ഗാർഡ് വരെ ഉണ്ട്. കിടിലം ബീച്ച് കേട്ടാ. സെക്ലൂഡഡ് ബീച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. വളരെ മിനിമൽ ക്രൗഡ്, മിക്കവാറും റിസോർട്ടിന്റെ ഒക്കെ ആൾക്കാരായിരിക്കുള്ളൂ. പക്ഷെ കഫേസോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഷാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. ചാടാൻ പോവാ, പിടിച്ചോട്ടാ. ആ പോക്ക് കണ്ടറിയാ, ഷൂ ഒക്കെ വലിച്ചെറിഞ്ഞ ഒറ്റ ഓട്ടോ ഇരി. ഭയങ്കര ബോണ്ടിങ് ആണ് കേട്ടോ. ഇങ്ങനെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഡാഡി മമ്മി വേദുമായിട്ട് ഭയങ്കര, കാരണം ആ ടൈമിലാണ് അവൻ ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവര് ഗ്രാൻഡ് പാരന്റ്സ് ടൈം ഭയങ്കര ബോണ്ടിങ് ആണ് ഇങ്ങനെ ഔട്ട്ഡോർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൊള്ളാം. നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മരത്തില് തെങ്ങില് പൈപ്പ്, അത് കൊള്ളാമല്ലോ. ആക്ച്വലി അത് ചാക്ക് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്, പക്ഷെ തെങ്ങിൽ നിന്ന് പൈപ്പ് വരുന്ന പോലെ ഇല്ലേ. ഇത് തുറന്നാ കരിക്കും വെള്ളം വരുന്ന അടി. അതെ, കരക്ക് തേങ്ങയിലല്ലേ. ആ തേങ്ങന്ന് പൈപ്പ് ഇട്ട് നേരെ ഇതിലേക്കാ വരുന്നത് കേട്ടോ പ്രിയ. ഈ ടാപ്പ് തുറന്നാ കരിക്കും വെള്ളം വരുന്നത്. അതെ, തെങ്ങില് കണക്റ്റഡാ പ്രിയ. ഇത് സമയം എന്തായെന്നറിയോ? പറയോ, എന്തൊരു വൈബാ നോക്ക്. 7 മണിയായിട്ടും സൺ സെറ്റിംഗ് ടൈമിൽ ഭയങ്കര ലൈറ്റ് ഉണ്ട്. ഒരു പ്രോപ്പർട്ടി മൊത്തം ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല കാറ്റും. ശരിക്കും അടിപൊളിയാ. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ബീച്ച് സൈഡ് അല്ലാത്തോണ്ട് അടിപൊളി ആയിരിക്കില്ല എന്ന് വിചാരിച്ചതാ, പക്ഷെ അതാവാൻ സാധ്യതയുണ്ട്. സ്ഥലത്തിന്റെ വൈബ് കുറച്ച് കൂടി. ഇതും സെറ്റപ്പ് ആയിട്ടില്ലേ. നമ്മുടെ പൂൾ ഏരിയയുടെ സൈഡിലുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഈവനിങ്സ് ആണ്. ഇറ്റാലിയൻ ഫുഡാണുള്ളത്. ബില്യാർഡ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഇറ്റാലിയൻ ഫുഡാണ്. രാത്രി നമുക്ക് എവിടെ നിന്ന് കഴിക്കണം നമുക്ക് ഇരിക്കാം. ഇറ്റാലിയൻ കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ ബുഫേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചാൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഗോവൻ കേരള ഫുഡ് കഴിക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇത് നമുക്ക് പ്രിയ ഷോക്കായിരിക്കുക. ഇത് ടേൺ ഡൗൺ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ താമസിച്ചില്ല, നമ്മുടെ കുമരകം ലേക്ക് റിസോർട്ട്, ഗ്രാൻഡ് ഹയാത്ത് ഇവിടെയൊക്കെ ഉണ്ട്. രാവിലെ ഉള്ള പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് വരും. രാത്രി ഒന്നും കൂടെ വന്ന് ബെഡൊക്കെ ഒന്നും കൂടെ അവർ പ്രിപ്പയർ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് ടവൽസ് ഒക്കെ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് പോകും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോ അവര് വന്ന് ക്ലീൻ, അത് നമ്മുടെ ഹൗസ് കീപ്പിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് ഇപ്പൊ ഒരു എല്ലാം നല്ല പ്രീമിയം പ്രോപ്പർട്ടീസിലും ഈവനിംഗിൽ ടേൺ ഡൗൺ സർവീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരുമ്പോഴേ എന്നെ നനക്കിട്ട് ഷോർട്സ് വരെ അവര് മടക്കി വെച്ചിരിക്കുന്നത്.
സോ ഡിന്നർ കഴിക്കാൻ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് ഭയങ്കര നല്ല റേറ്റിംഗ് ആയിട്ടുള്ള നമുക്കിവിടെ ഉള്ള ബെനച്ചേച്ചി അയച്ചു തന്നാണ്. റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണെന്ന് പറഞ്ഞത്. അവിടെ ഒന്ന് പോയി നോക്കണം. നല്ല വൈബാണ്, നല്ല ഗോവൻ ഫുഡ് കിട്ടും, ഭയങ്കര സംഭവം എന്നാണ് കേട്ടെ. മാർട്ടിൻസ് കോർണർ, ഗോവയിലെ സൗത്ത് ഗോവയിലെ നമ്പർ 1 റെസ്റ്റോറൻറ്റ്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒക്കെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. അതിനൊരു വേറെ വ്ളോഗായിട്ട് വരും. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഒരു സ്ഥലം പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിന്നർ സ്ഥലം എത്തി സംഭവമാണ്. അല്ലെങ്കിൽ ഇത്രയും പാക്ഡ് ഒരു വീക്ക് ഡേ ഇവിടെ കാണത്തില്ല. ഇതിന്റെ പേര് കോട്ട കൊസീനാണെന്ന് തോന്നുന്നു. ലൊക്കേഷൻ ഞാൻ ടാഗ് ചെയ്യാം, പിൻ ചെയ്യാം കമന്റ് ബോക്സിൽ. എന്തായാലും സൂപ്പർ സംഭവമായിരിക്കും. എക്സ്ട്രീംലി അഫോർഡബിൾ ആണ്. ഇവരുടെ മെനു കാർഡ് ഓൺലൈൻ കണ്ടു. ഇനി ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. ഓപ്പൺ എയർ ആണ്, എയർ കണ്ടീഷൻഡ് ഒന്നുമല്ല. ഇതൊക്കെ സൂപ്പർ ആണെങ്കിൽ പോലും നമ്മളിത് ക്രീം ഓഫ് ചിക്കനിൽ നിന്ന് തുടങ്ങുവാണ്. ഞാൻ ഗോവയിൽ കണ്ടിരിക്കുന്ന തിരക്കുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഏറ്റവും അഫോർഡബിൾ റെസ്റ്റോറൻറ്റിൽ ഒന്നാണ് ഇത്. 120 റുപ്പീസേ ഉള്ളൂ 1/2. ഇത് ഫുൾ പോർഷൻ അല്ല. സൂപ്പർ, നോക്കണം, നല്ല ക്രീമിയാണ്. ഓ പുളിദാനം അല്ലേ, അടിപൊളി. അത് കൊള്ളാവോ? ക്രീം ഓഫ് സ്പിനച്ച് ആണ് മമ്മി ഡാഡി ഓർഡർ ചെയ്തിരിക്കുക. അതും കൊള്ളാം. എങ്ങനെയുണ്ട്? വെരി ഗുഡ്. കണ്ണൊക്കെ തള്ളി ഡാഡിയുടെ സംഭവം കേട്ടാ. സൗത്ത് ഗോവയിലെ ഒരു ഹിഡൻ ജെമ്മാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇവരുടെ ചിക്കൻ ലോളിപോപ്പ് കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഒന്ന് ടേസ്റ്റ് എടുക്കാം. കണ്ടിട്ട് എന്തോ മുളകിന്റെ എന്തോ സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഒരു ചിക്കൻ 65 രീതിയിൽ ഫ്രൈ ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ക്രിസ്പി ആയിരിക്കും, സ്പൈസി ആയിരിക്കും. സ്പൈസി എന്ന് പറഞ്ഞാൽ സ്പൈസസ് കാണും. ഫസ്റ്റ് ബൈറ്റ് എടുത്തു, ക്രിസ്പിയാണ്, ഒട്ടും സ്പൈസി അല്ല. പക്ഷെ ഇതിലൊന്ന് മുക്കി നോക്കട്ടെ, ഇത് എന്ത് സോസാന്ന് നോക്കട്ടെ. ഓ നല്ല സ്പൈസിയാണ്, വിനൈഗറിയാണ്, ഹോം മെയ്ഡ് സംഭവമാണ്. വെറുതെ കെച്ചപ്പിട്ടുള്ള സംഭവമല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ചില്ലി ടൊമാറ്റോ സ്പൈസി സൽസ സോസ് പോലെയാണ്. ഫുഡ് നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പോർഷൻ സൈസ് ഉണ്ട്. എല്ലാം ഒരു 250-280 റേഞ്ച് ആണ്. ഇത് ഇവരുടെ ചിക്കൻ ടിക്ക മസാല. ഇതൊരു വെജ് കറി. ഇത് ബട്ടർ നാൻ ആണ്. ഓക്കെ, ഇവരുടെ ബട്ടർ നാനും ചിക്കൻ ടിക്ക മസാല നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബട്ടർ എന്ന് പറഞ്ഞാൽ ബട്ടറിൽ ഒതുഞ്ഞു കിടക്കുന്നത് സോഫ്റ്റ് നാൻ. ഭയങ്കര വലിയൊന്നുമില്ല. ക്രീമും ഇട്ട് ബോൺലെസ് ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വാട്ട് എ ഫൈൻ, അടിപൊളി സ്ഥലം കേട്ടാ. സൂപ്പർ ആൻഡ് വെരി അഫോർഡബിൾ. ഡാഡി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. വെജിറ്റബിൾ കറി വെരി ഗുഡ്. വെരി ഗുഡാ. വെരി ഗുഡ്. ഓ വെരി ഗുഡ്. വെരി ഗുഡ്. കറി കൊള്ളാം. ഈവൻ പ്രോട്ടീൻ അല്ല അല്ലേ. നിങ്ങൾക്ക് ആർക്കും ഡിസേർട്ട് വേണ്ടല്ലോ? വേണ്ടല്ലോ, ഡിസേർട്ട് വേണ്ടല്ലോ, മധുരം. അപ്പൊ ഡാഡി മാത്രം എൻ്റെ നിന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും തൊടരുത്. ഓക്കെ. 2 ഡിസേർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സെറാഡ്യൂറ, ഒന്ന് ജെല്ലി വിത്ത് കസ്റ്റേർഡ്. സെറാഡ്യൂറ ആക്ച്വലി ഒരു പോർച്ചുഗീസ് സംഭവമാണ്. ബിസ്ക്കറ്റ് ആണ് ഇവരുടെ ഒരു മെയിൻ തിങ്. വനില കണ്ടൻസ് മിൽക്ക്. ലുക്ക് സോ ഗുഡ്. ഓ എന്താ രണ്ടുപേരുടെ പുക നോക്ക്. ഇതേ താഴെ വീഴുന്നു ഇവരെ കാരണമാണ്. ഓ കണ്ടൻസ് മിൽക്ക്, വനില, ബിസ്ക്കറ്റ്, ഓൾ ദീസ് എന്താ പറയുക, ഓൾ ദീസ് സ്വീറ്റ് തിങ്സ്. നമുക്ക് കാണുമ്പോൾ തന്നെ കുട്ടികളുടെ ഒക്കെ ഒരു സംഭവമില്ല, ആ ഒരു സ്വീറ്റ് തിങ്സ്. ഇത് എടുത്തോണ്ട് പോലെ ഞാൻ എടുത്തോണ്ട് പോകുന്നു. എല്ലാവരും കൈ നീട്ടുന്നു, ആർക്കും ഇല്ല. ഇത് നമ്മുടെ കസ്റ്റേർഡ് വിത്ത് ജെല്ലി. ക്വാളിറ്റി നോക്ക് ജെല്ലിയുടെ ഒക്കെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഓ caramel custard jelly is even better. Perfect consistent jelly. Perfect caramel custard, perfect jelly. Jelly. സംഭവം തന്നെ. നോക്ക് ജെല്ലി എല്ലാം കാലിയായി. വേണ്ടെന്ന് പറഞ്ഞവര് എന്നെ മൊത്തം തീർത്തു. ഇത് ലാസ്റ്റ് ബാക്കി എനിക്ക് കിട്ടി. സെറാഡ്യൂറ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതും സംഭവമാണ്. അത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഇത് ഗോവൻ ബേസ്ഡ് ആണല്ലോ, പോർച്ചുഗീസ് ഗോവൻ ഫുഡാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതിനകത്ത് നട്ട്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, വാനില, ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കണ്ടൻസ് മിൽക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അടിപൊളി. തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാം. അതെ, തിരിച്ച് ഹോട്ടലിലെത്തി. ബാറിന്റെ നൈറ്റ് വ്യൂ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയല്ലേ, എന്തൊരു ആംബിയൻസാ. ശരിക്കും ഒരു യൂറോപ്പിലൊക്കെ കാണുന്ന പോലത്തെ ബാർ പോലെ ഇല്ലാടി. ഭയങ്കര സെറ്റപ്പ്. എല്ലാ ബ്രാൻഡും ഉണ്ട്. അതുപോലെ ഫോറിൻ ബ്രാൻഡ്സ് ഉണ്ട്. അതുപോലെ ഇരിക്കുന്ന സ്ഥലമൊക്കെ
ശരിക്കും ഒരു ഇംഗ്ലീഷ് ഏരിയ പോലത്തെ. തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്ന് ടബൊക്കെ സെറ്റ് ചെയ്യാണ്. ബാത്ത് സോൾട്ട്സ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്തോ ഓറഞ്ച് ഫ്ലേവർ ഒക്കെ ഉള്ളത് എന്തോ സംഭവമാണ്. സോ കിടിലം ബാത്ത് സോൾട്ട് ഒക്കെ വെച്ച് ഈ ഒരു അടിപൊളി ടബിൽ നമ്മുടെ സ്റ്റേ അവസാനിപ്പിക്കുകയാണ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊരു സ്റ്റേ ആണ്. ഇറ്റ് ഇസ് സോ ഗുഡ് ദിസ് സ്റ്റേ ഇസ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വേറെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ആംബിയൻസ് നോക്ക്. നമ്മുടെ സെഞ്ച്വറീസ് ഓൾഡുള്ള ബാനിയൻ ട്രീ. അവിടെ നിങ്ങൾക്ക് കോഫി ഷോപ്പ് കാണാം. കോഫി ഷോപ്പല്ല, ഇങ്ങനെ ഒരു തട്ടുകട സെറ്റപ്പിൽ വെച്ചിരിക്കുന്നു. ആ കാണുന്ന ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര തിരക്കായതുകൊണ്ട് എല്ലാം കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കോഫീസ് ഒക്കെ ഓർഡർ ചെയ്യാം. ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കി തരും. കൂൾ കോഫി, ഹോട്ട് ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. പിന്നെ അവരുടെ ഫ്രഷ് ആയിട്ടുള്ള പാൻ കേക്ക്സും അപ്പുറത്തെ ഏറ്റവും അറ്റത്ത് നിങ്ങൾ കാണുന്ന ദോശ കൗണ്ടേഴ്സ് ഉണ്ട്. ഇത് ഇവരുടെ ഡോണട്ട്സ് 2 ടൈപ്പ്. ഇത് ഇവരിവിടെ ഉണ്ടാക്കുന്ന ഗ്രാനോല ബാത്താണ്, ഷുഗർ ഫ്രീ, മഫിൻസ്, ഡാനിഷസ്. ഒരു സാധാരണ 5 സ്റ്റാർ ഹോട്ടൽ എന്തൊക്കെയുണ്ട് എല്ലാം ഉണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സ്പെഷ്യൽ ദോശ കൗണ്ടേഴ്സ്. മൈസൂർ ദോശ തൊട്ട് കുറേ സെപ്പറേറ്റ് ദോശകളുണ്ട്. ജ്യൂസ് ആണെങ്കിലും അവരിത് ബാക്കിൽ ഫ്രഷ് അടിച്ചടിച്ചിട്ടിട്ടാണ് ഇവിടെ വെക്കുന്നത്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടെന്ന്. ഒരു അടിപൊളി സംഭവം. ഇതുപോലെ ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9 ഐസ്ക്രീംസ് ആണ് രാവിലെ തന്നെ അവർ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. ഇതിവിടെ മഷ്റൂം ഹാം ചീസ് ഓംലെറ്റ് ആണ്. ഡോണറ്റ്, ഡാനിഷ് ക്രംബിള്, കുറച്ച് ഇടം ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മസാല ദോശ അത് ആഡഡ് ആണ്. പിന്നെ ഈ മട്ടൻ കീമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൻ്റെ കൂടെ പോയി നല്ലൊരു ബേക്ക് ബ്രെഡ് ആണ്. വട, സോസേജ്, പൊട്ടേറ്റോസ്. എനിക്ക് കൂൾ കോഫി ഭയങ്കര ഇഷ്ടമായി. സ്ട്രോബെറി മിൽക്ക് ഷേക്കും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. കാറിലേക്ക് പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. 2 nights. ഇറ്റ് വാസ് സോ റിലാക്സിങ്, സോ ഓസം. ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ ഒരു 5 സ്റ്റാർ ബുട്ടീക്ക് സ്റ്റേ തന്നെയായിരുന്നു. വെറും 5 സ്റ്റാർ അല്ല, 5 സ്റ്റാർ ബുട്ടീക്ക് സ്റ്റേ. സൂപ്പർ. സോ നമ്മുടെ ഗോവൻ ജേർണി കണ്ടിന്യൂ ആണ്. എന്തായാലും അലീല ദീവ ഇഷ്ടപ്പെട്ട ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 100% എക്സ്പെക്റ്റ്. പക്ഷേ ഫുഡിനും ഡ്രിങ്ക്സിനൊക്കെ എസ്പെഷ്യലി ഒരു 5 സ്റ്റാർ റേറ്റ് അല്ല കേട്ടോ. അതൊരു ഭയങ്കര ഒരു റെവലേഷൻ ആയിപ്പോയി. ഗ്രാൻഡ് ഹയറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ്സ് ഭയങ്കര കുറവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. മെമ്പർഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ 2 പേരാണെങ്കിൽ 50% ഓഫ് കിട്ടും ഫുഡിനൊക്കെ. സോ ഇനി നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് പോവാണ്. അതെനിക്ക് തോന്നുന്നു ഗോവയിലെ ഏറ്റവും അഫോർഡബിൾ, സൗത്ത് ഗോവയിൽ എന്തായാലും ഏറ്റവും അഫോർഡബിൾ 5 സ്റ്റാർ ഹോട്ടലാണ്. ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിയാണ്. ഇത്രയും സംഭവം ഒന്നല്ലെങ്കിലും നമുക്കത് വേർത്താണോ അല്ലയോ നോക്കാം. അതൊക്കെ ആയിട്ട് നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. മമ്മിയുടെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു?